ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗേസ്. അപ്പം നമ്മളിന്ന് വീട്ടിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് കാണാൻ പോണത്. ആദ്യമായി തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും തേരാപ്പാര ഓടുന്ന ഉറുമ്പുകൾ, പിന്നെ ദേ നല്ല പൂത്ത് നിൽക്കുന്ന ചെത്തിപ്പൂവ്. പിന്നെ ഇതൊരു തരം ചെടിയാട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ രാവിലെ ഇത് നമ്മൾ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ കളറും ഒക്കെ കാണാൻ. പിന്നെ ഇത് ഇത്തിരി പുഴു കടിച്ച ആ ചെടി ആകെ ഇതായിപ്പോയി. നമ്മുടെ ബന്ദിയായിരുന്നു. പിന്നെ റോസ്. റോസ് നല്ല രസമാണ് കാണാൻ. പക്ഷെ തന്നെ ഉതിർന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമം. കാരണം അത്ര ദിവസം നല്ല ഭംഗിയോടെ നിൽക്കുന്നത് പിന്നെ അത് ഇങ്ങനെ കൊഴിഞ്ഞില്ലാതെ ഒരുമാതിരി രോഗം വന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് ഒത്തിരി വളമൊക്കെ ഇട്ട് നല്ല കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ടർട്ടിൽ വൈൻ. ഇത് മിക്കയിടത്തും തന്നെ കാണും കേട്ടോ. നല്ലൊരു ഷോ ചെടിയാണ്. വീടുകളിലൊക്കെ പല ഡിസൈനിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു ചെടിയാണ്. ഞാൻ ഇത് എവിടുന്നോ ഒരിടത്തു നിന്ന് കൊണ്ടുവന്ന് വെച്ചാണ്. പിന്നെ ഇത് ഒരുതരം ചെടിയാണ്. നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് മിക്കയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ഇത് അമ്മ വെട്ടി വെട്ടി കളയും കേട്ടോ. ഇത് അമ്മയ്ക്ക് അധികം ഹൈറ്റിൽ വരുന്നത് ഈ സാധനം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അമ്മ ചെറുതായിട്ട് വെട്ടിക്കളയും. പക്ഷേ ഞാൻ ആ വെട്ടുന്നതൊക്കെ എടുത്ത് ഒടിച്ചൊടിച്ച് മറ്റേത് ഇടത്തേക്ക് നട്ട് വെക്കും. കാരണം എനിക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു റോസ് ആണെങ്കിൽ ഏതാ കളറെന്നൊന്നും അറിയില്ല, മൊട്ടിട്ട് നിൽപ്പുണ്ട്. നല്ല രസമാണ് കേട്ടോ എനിക്കിങ്ങനെ ചെടിയൊക്കെ കാണാൻ. പിന്നെ നമ്മുടെ തുളസി, ഇത് നമ്മുടെ കരിന്തുളസി എന്നൊക്കെ പറയും, ഓർ കൃഷ്ണത്തുളസി എന്നൊക്കെ പറയും. മിക്ക വീട്ടുകളിലും തന്നെ ഇതൊക്കെ കാണുമായിരിക്കും. മരുന്നിനൊക്കെ ആയാലും ഏറെ ഗുണകരമായി. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അറിയാണ്ട് കിട്ടിയ ഒരു ക്ലിപ്പാണ്. ഒരു ചത്ത പാറ്റയെ ഒരു 5 മണിക്കൂറോളമായി. പാവം തിന്നാനാണോ അതോ ഒളിച്ച് വെക്കാനാണോ, കുറേ നേരമായിട്ട് കേട്ടോ ഇവിടുന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കാലുകൊണ്ട് ഇടയ്ക്കൊക്കെ നീക്കിയിട്ട് കൊടുക്കും. അതിൻ്റെ ഇടയിൽ ഒരു ഉറുമ്പ് വന്ന് നോക്കി. അരണ പാറ്റേനെ എടുത്തെന്ന് കണ്ടപ്പോൾ മണന്നിട്ടൊക്കെ പാവം പോയിട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനെ കൊണ്ടുപോയി തിന്നാനുള്ള പ്ലാൻ ഇല്ലാന്ന് തോന്നുന്നു. ഞാനവിടെ നിൽക്കുന്നത് കൊണ്ടാവാം ആശാൻ അതിൽ തൊട്ട് തൊട്ട് വലിച്ചുകൊണ്ട് പോണത്. ഇതിനു മുന്നേ കുറേ ഉറുമ്പുകൾ ആ പാറ്റയെ വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. ആ പാവം പാറ്റ ഇത് അറിയുന്നുണ്ടോ, ചത്ത് കിടക്കുമല്ലേ. കുറേ നേരമായി അരണ ഇത് കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ അതൊന്നൊരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന് കരുതി. പിന്നെ ഇത് ഏതാ ചെടിയെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതോ ഒരെണ്ണം എവിടുന്നോ കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുവന്നത്. എനിക്കിങ്ങനെ ചെടി കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. എവിടുന്നേലൊക്കെ കിട്ടുമ്പോൾ നമ്മളത് കൊണ്ടുവന്ന് വെക്കും. പിന്നെ അമ്മയുടെ കുറച്ച് കൃഷി, മത്തൻ, കുമ്പളങ്ങ എല്ലാം വീട്ടിലുണ്ട്. നാരകമുണ്ട്, എല്ലാം ഉണ്ട്. അമ്മയ്ക്ക് കൃഷിയോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ ഹോസ്റ്റലിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് ചെടിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു കപ്ലങ്ങയാണ്. ഇത്രയും കപ്ലങ്ങ വന്നിട്ടുണ്ട്. പക്ഷേ മൂക്കാറായതേ ഉള്ളൂ കേട്ടോ. കാണുമ്പോൾ വലിപ്പം തോന്നുന്നുണ്ടെങ്കിലും മൂക്കാറായിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ അല്ല കേട്ടോ, ഇത് വേറൊരാളുടെയാണ്. ഞാൻ വീഡിയോ എടുത്ത കൂട്ടത്തിൽ ഞാൻ ഇതോടെ കാണിക്കുന്നത്. നമ്മുടെ മുറ്റത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. പിന്നെ കാന്താരി, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു ഓൾ.